ആകാശവാണി വാർത്താ വീക്ഷണം. ക്യാച്ച് ദ റെയിൻ, ഭൂമിയുടെ ജീവതാളം വീണ്ടെടുക്കുന്ന ജനകീയ മഹാപ്രസ്ഥാനം. തയ്യാറാക്കിയത് സിനോവ് സത്യൻ, മാധ്യമപ്രവർത്തകൻ. അവതരണം കൃഷ്ണ പ്രകൃതി. ആഗോളതലത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന് ഏറ്റവുമധികം ഇരയാകുന്നത് ജലസ്രോതസ്സുകളാണ്. ലോക ജനസംഖ്യയുടെ വലിയൊരു ശതമാനവും അധിവസിക്കുന്ന ഇന്ത്യയിൽ ലഭ്യമായ ശുദ്ധജലത്തിന്റെ അളവ് നാൾക്കുനാൾ കുറഞ്ഞുവരികയാണ്. ജനസംഖ്യാ വർധന, അനിയന്ത്രിതമായ നഗരവൽക്കരണം, ഭൂഗർഭജലത്തിന്റെ അമിത ചൂഷണം എന്നിവ രാജ്യത്തിന്റെ പല ഭാഗങ്ങളെയും കടുത്ത ജലക്ഷാമത്തിലേക്ക് തള്ളിവിടുന്നു. ഓരോ വർഷവും ലഭിക്കുന്ന കോടിക്കണക്കിന് ലിറ്റർ മഴവെള്ളം മണ്ണിലേക്കിറങ്ങാതെ കടലിലേക്ക് ഒഴുകിപ്പോകുന്ന പ്രതിഭാസവും നാം കാണുന്നു. ഈ പശ്ചാത്തലത്തിലാണ് രാജ്യത്തിന്റെ ജലസുരക്ഷ ഉറപ്പാക്കുന്നതിനും ഭൂഗർഭ ജലനിരപ്പ് ഉയർത്തുന്നതിനുമായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം ജൽശക്തി അഭിയാൻ ക്യാച്ച് ദ റെയിൻ എന്ന ബൃഹത്തായ പദ്ധതി നടപ്പാക്കുന്നത്. മഴവെള്ളം എവിടെ വീഴുന്നോ, എപ്പോൾ വീഴുന്നോ അവിടെ തന്നെ അത് സംഭരിക്കുക എന്ന ലളിതവും എന്നാൽ ഏറെ ശക്തവുമായ സന്ദേശമാണ് ഈ ജനകീയ പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്നത്. 2019 ജൽശക്തി അഭിയാന് രാജ്യത്താദ്യമായി തുടക്കം കുറിക്കുന്നത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ജലക്ഷാമം നേരിടുന്ന 256 ജില്ലകളിലെ 1592 ബ്ലോക്കുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യം ഇതിന്റെ പ്രവർത്തനം. എന്നാൽ 2020 കോവിഡ് മഹാമാരി വ്യാപിച്ചതിനാൽ ഈ പദ്ധതി വിഭാവനം ചെയ്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായില്ല. എങ്കിലും 2020 ക്യാച്ച് ദ റെയിൻ എന്ന പേരിൽ സംസ്ഥാനങ്ങളെയും തദ്ദേശ സ്ഥാപനങ്ങളെയും മഴവെള്ള സംഭരണ സംവിധാനങ്ങൾ നിർമ്മിക്കാൻ പ്രേരിപ്പിക്കുന്ന വിപുലമായ പ്രചാരണ പരിപാടികൾ നടന്നു. ഇതിന്റെ തുടർച്ചയായി 2021 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യവ്യാപക ജൽശക്തി അഭിയാൻ ക്യാച്ച് ദ റെയിൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 2021 മുതൽ രാജ്യത്തെ മുഴുവൻ ജില്ലകളിലെയും എല്ലാ ബ്ലോക്കുകളെയും ഉൾപ്പെടുത്തി ഈ പദ്ധതി വിപുലപ്പെടുത്തി. 2023 കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത എന്ന പ്രമേയത്തോടെ ജൽജീവൻ ദൌത്യവുമായി സഹകരിച്ച് ഈ പദ്ധതി വൻ വിജയമാക്കി മാറ്റി. 2024 ജലസംരക്ഷണ മേഖലയിൽ സ്ത്രീകളുടെ പങ്ക് ഉയർത്തിക്കാട്ടി നാരീശക്തിയിൽ നിന്നും ജലശക്തി എന്ന പ്രമേയത്തിലാണ് യജ്ഞം സംഘടിപ്പിച്ചത്. ഓരോ വർഷവും കൂടുതൽ വിപുലമായ ലക്ഷ്യങ്ങളോടെയും ശാസ്ത്രീയമായ രീതികളോടെയുമാണ് ജൽശക്തി അഭിയാൻ നടപ്പാക്കുന്നത്. മാർച്ച് 22 ലോക ജലദിനത്തോടനുബന്ധിച്ച് പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെയാണ് ഹരിയാനയിലെ പഞ്ച്കുലയിൽ ജൽശക്തി അഭിയാൻ ക്യാച്ച് ദ റെയിൻ 2025 ഔദ്യോഗികമായി തുടക്കം കുറിച്ചത്. ജലസംരക്ഷണത്തിനായുള്ള ജനകീയ മുന്നേറ്റം കൂടുതൽ ശക്തമായ ജനസമ്പർക്കത്തിലേക്ക് എന്നതാണ് യജ്ഞത്തിന്റെ 2025 മുഖ്യ പ്രമേയം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ ജലസുരക്ഷ ഉറപ്പാക്കുക, ഭൂഗർഭജലം റീചാർജ് ചെയ്യുക എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതാണ് ഈ പദ്ധതി. രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട 148 ജില്ലകളെ പ്രത്യേകം കേന്ദ്രീകരിച്ചാണ് 2025 ദൌത്യം മുന്നോട്ടു പോകുന്നത്. വിവിധ ഗവൺമെന്റ് ഏജൻസികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയെ ഏകോപിപ്പിച്ച് വലിയ ജനകീയ ശൃംഖല ഇതിനായി രൂപീകരിച്ചിട്ടുണ്ട്. ജൽശക്തി അഭിയാൻ പ്രധാനമായും 5 അടിസ്ഥാന പ്രവർത്തനങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ജലസംരക്ഷണവും മഴവെള്ള സംഭരണവുമാണ് ഇതിൽ ആദ്യത്തേത്. കെട്ടിടങ്ങളുടെ മുകളിൽ നിന്നുള്ള മഴവെള്ളം ശേഖരിക്കൽ, മഴക്കുഴികളുടെയും തടയണകളുടെയും നിർമ്മാണം എന്നിവയിലൂടെ മഴവെള്ളം മണ്ണിലേക്ക് ഇറക്കുക. ജലസ്രോതസ്സുകളുടെ ജിയോ ടാഗിങ്ങും ശാസ്ത്രീയ ആസൂത്രണവുമാണ് രണ്ടാമത്തേത്. ഇതിലൂടെ രാജ്യത്തെ എല്ലാ ജലസ്രോതസ്സുകളുടെയും കണക്കെടുപ്പ് നടത്തുകയും ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടെ ജിയോ ടാഗിംഗ് നടത്തി ഡിജിറ്റൽ ഭൂപടം നിർമ്മിക്കുകയും ചെയ്യുന്നു. മൂന്നാമതായി ജലശക്തി കേന്ദ്രങ്ങൾ സ്ഥാപിക്കൽ. രാജ്യത്തെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും സ്ഥാപിക്കുന്ന ജലശക്തി കേന്ദ്രങ്ങൾ പൊതുജനങ്ങൾക്ക് ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട സാങ്കേതിക സഹായങ്ങളും വിവരങ്ങളും നൽകുന്ന വിജ്ഞാന കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. നാലാമതായി തീവ്രമായ വനവൽക്കരണം. ജലസ്രോതസ്സുകളുടെ തീരങ്ങളിലും മലയോര മേഖലകളിലും വൻതോതിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. മരങ്ങളുടെ വേരുകൾ മണ്ണൊലിപ്പ് തടയുകയും ഭൂമിയിലേക്ക് വെള്ളമിറങ്ങാൻ സഹായിക്കുകയും ചെയ്യുന്നു. അഞ്ചാമത്തേത് പൊതുജന ബോധവൽക്കരണം. വിദ്യാലയങ്ങൾ, കോളേജുകൾ, നെഹ്റു യുവകേന്ദ്ര എന്നിവ വഴി യുവാക്കളെയും പൊതുജനങ്ങളെയും ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവാന്മാരാക്കുക. മുൻ വർഷങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് പുറമെ നിലവിലെ സാഹചര്യങ്ങൾക്ക് അനുസൃതമായി ചില പ്രത്യേക ഉപപദ്ധതികൾ കൂടി 2025 കൂട്ടിച്ചേർത്തിട്ടുണ്ട്.
വനങ്ങളുമായി നദികളും അരുവികളും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് പരിസ്ഥിതി സൗഹൃദമായ ജലസംരക്ഷണം ഉറപ്പാക്കുന്ന ജൽ ജംഗിൾ ജൻ അഭിയാനാണ് ഇതിലൊന്ന്. ഉപയോഗശൂന്യമായ കുഴൽക്കിണറുകളുടെ പുനരുജ്ജീവനം, ചെറുനദികൾക്ക് പുതുജീവനേകൽ, നീരുറവകളുടെ പരിപാലനം, നഗരമാലിന്യ ജലത്തിന്റെ പുനരുപയോഗം എന്നിവ ഇതിലുൾപ്പെടുന്നു. ജലലഭ്യത കുറഞ്ഞ പ്രദേശങ്ങളിൽ തുള്ളിനന പോലുള്ള ശാസ്ത്രീയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കാനും ഈ ദൗത്യം ലക്ഷ്യമിടുന്നു. റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ നിരന്തരം ജനങ്ങളോട് സംവദിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചിട്ടുള്ള വിഷയം ജലസംരക്ഷണവും പരമ്പരാഗത ജലസ്രോതസ്സുകളുടെ പുനരുദ്ധാരണവുമാണ്. കഴിഞ്ഞ നിരവധി എപ്പിസോഡുകളിലുടനീളം അദ്ദേഹം ക്യാച്ച് ദ റെയിൻ ദൗത്യത്തെക്കുറിച്ചും ജനപങ്കാളിത്തത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും ജനങ്ങളോട് സംസാരിച്ചു. നമ്മുടെ പൂർവികർ ജലസംരക്ഷണത്തിന് നൽകിയിരുന്ന മഹത്തായ പ്രാധാന്യവും പൈതൃകമായി കൈമാറി വന്ന പരമ്പരാഗത ജലസ്രോതസ്സുകളുടെ പരിപാലനവും അദ്ദേഹം പ്രത്യേകം ചൂണ്ടിക്കാട്ടിയിരുന്നു. പഴയകാലത്ത് ഗ്രാമങ്ങളിൽ കുളങ്ങളും കിണറുകളും നിർമ്മിക്കുന്നത് പുണ്യപ്രവൃത്തിയായി ജനങ്ങൾ കണ്ടിരുന്നതായി പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. മഴവെള്ളക്കൊയ്ത്തും ജലസംരക്ഷണവും ഗവൺമെന്റ് പദ്ധതികൾ മാത്രമായി ഒതുങ്ങാതെ സാമൂഹിക മുന്നേറ്റമായി മാറണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. കിണർ റീചാർജ്, മഴക്കുഴികൾ നിർമ്മിക്കൽ, തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കൽ എന്നിവയ്ക്കായി പ്രാദേശികമായി ജനങ്ങൾ ഒന്നിച്ചിറങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജലസംരക്ഷണത്തിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന സാധാരണക്കാരായ വ്യക്തികളെ മൻ കി ബാത്തിലൂടെ പരിചയപ്പെടുത്തി ജനങ്ങൾക്ക് വലിയ പ്രചോദനം നൽകാനും പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞു. ഉത്തർപ്രദേശിലെ ബുന്ദേൽഖണ്ഡിൽ ഉണങ്ങിപ്പോയ നദിയെ ജനപങ്കാളിത്തത്തോടെ പുനരുജ്ജീവിപ്പിച്ചതും മധ്യപ്രദേശിൽ ഗ്രാമീണ വനിതകൾ ഒത്തുചേർന്ന് തടാകം നിർമ്മിച്ചതുമെല്ലാം അദ്ദേഹം ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രിയുടെ ആഹ്വാനങ്ങൾ രാജ്യത്തുടനീളം ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വലിയ ഉണർവ് സൃഷ്ടിച്ചു. കേരളം പോലുള്ള സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ ക്യാച്ച് ദ റെയിൻ ഏറെ പ്രസക്തമാണ്. ധാരാളം മഴ ലഭിക്കുന്ന സംസ്ഥാനമായിട്ടും വേനൽക്കാലത്ത് ജലക്ഷാമം അനുഭവിക്കുന്ന പ്രദേശങ്ങൾ കേരളത്തിലുണ്ട്. നഗരവൽക്കരണവും തണ്ണീർത്തടങ്ങളുടെ നാശവും ഭൂഗർഭജലത്തിന്റെ അമിത ഉപയോഗവും ജലലഭ്യതയെ ബാധിക്കുന്നു. വീടുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും മഴവെള്ള സംഭരണ സംവിധാനങ്ങൾ നിർബന്ധമാക്കുകയും പരമ്പരാഗത കുളങ്ങളും കാവുകളും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. വർഷത്തിൽ ശരാശരി 3000 മില്ലി ലിറ്ററിലധികം മഴ ലഭിച്ചിട്ടും നമ്മുടെ ഭൂപ്രകൃതിയുടെ പ്രത്യേകത കാരണം പെയ്യുന്ന മഴവെള്ളം മണിക്കൂറുകൾക്കകം കടലിലേക്ക് ഒഴുകിപ്പോവുകയാണ്. മണ്ണിലേക്ക് വെള്ളം താഴാൻ അനുവദിക്കാത്ത വിധം കോൺക്രീറ്റ് ഘടനകൾ വർദ്ധിച്ചതും പ്രതിസന്ധി രൂക്ഷമാക്കി. ഈ സാഹചര്യത്തിൽ ക്യാച്ച് ദ റെയിൻ പദ്ധതി കേരളത്തിന് അനിവാര്യമാണ്. നമ്മുടെ വീട്ടുപറമ്പുകളിൽ മഴക്കുഴികൾ നിർമ്മിക്കുക, കിണർ റീചാർജിംഗ് വ്യാപകമാക്കുക, കാർഷിക ആവശ്യങ്ങൾക്കായി പരമ്പരാഗത തണ്ണീർത്തടങ്ങൾ നിലനിർത്തുക എന്നിവയിലൂടെ ഈ പദ്ധതി സംസ്ഥാനത്ത് വലിയ വിജയമാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് കേരളത്തിലെ കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരെ ഏകോപിപ്പിച്ച് വാർഡുതലങ്ങളിൽ മഴവെള്ള സംഭരണശാലകൾ നിർമ്മിക്കുന്നത് ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താൻ സാധിക്കും. ഗവൺമെന്റുകൾക്ക് നിയമങ്ങളിലൂടെയോ വലിയ ധനസഹായങ്ങളിലൂടെയോ മാത്രം ജലസുരക്ഷ പൂർണ്ണമായി നടപ്പാക്കാൻ കഴിയില്ല. ഇതിന് ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ആത്മാർത്ഥമായ ഉത്തരവാദിത്തം കൂടിയേ തീരൂ. ജലം വ്യക്തിഗത ആസ്തിയല്ല, മറിച്ച് വരും തലമുറകൾക്കായി നാം കാത്തുസൂക്ഷിക്കേണ്ട പൊതുസ്വത്താണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിലൂടെ പലതവണ വ്യക്തമാക്കിയതുപോലെ ജലസംരക്ഷണം നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കണം. അതൊരു സംസ്കാരമായി വളരണം. ക്യാച്ച് ദ റെയിൻ 2025 മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം ഉൾക്കൊണ്ട് പെയ്യുന്ന മഴവെള്ളത്തെ ആ മണ്ണിൽ തന്നെ നിലനിർത്തിയും സംഭരിച്ചും ഇന്ത്യയെ ജലസമൃദ്ധമായ രാജ്യമാക്കി മാറ്റാൻ നമുക്കേവർക്കും കൈകോർക്കാം. നാടിന്റെ സുസ്ഥിര വികസനത്തിനായി ഓരോ തുള്ളിയും നമുക്ക് കരുതി വയ്ക്കാം. ജലസുരക്ഷയ്ക്കായുള്ള രാജ്യത്തിന്റെ ഈ മഹായജ്ഞത്തിൽ നമുക്കോരോരുത്തർക്കും പങ്കാളികളാകാം. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. ക്യാച്ച് ദ റെയിൻ ഭൂമിയുടെ ജീവതാളം വീണ്ടെടുക്കുന്ന ജനകീയ മഹാപ്രസ്ഥാനം.